Hello friends, എല്ലാവർക്കും ഇഡ്രിസിലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് 9T 5G സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. അതായത് റെഡ്മിയുടെ തന്നെ ലേറ്റസ്റ്റ് 5G സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഫോൺ ഒരുപാട് സ്പെസിഫിക്കേഷൻസോട് കൂടിയാണ് എത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ അവസാനം ഇതേ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റൊരു ഫോണുമായിട്ട് ഇതിൻ്റെ ചില പോരായ്മകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. റെഡ്മി നോട്ട് 9Tയുടെ ഡിസ്പ്ലേ പരിശോധിച്ച് കഴിഞ്ഞാൽ 6.5 ഇഞ്ച് വലിപ്പമുള്ള ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയുള്ളത്. 60 Hz റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതായത് കൂടിയ റിഫ്രഷ് റേറ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൽ ലഭിക്കുന്നില്ല. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയുള്ളത്. അത് തന്നെ ലെഫ്റ്റ് കോർണറിലാണ് ഈ ഒരു പഞ്ച് ഹോൾ നൽകിയുള്ളത്. ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിലെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ പരിശോധിച്ച് കഴിഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. ഇനി ഈ ഫോണ് സ്പ്ലാഷ് പ്രൂഫ് കൂടിയാണ്. അതായത് ചെറിയ തോതിലുള്ള വെള്ളം ആയാലൊന്നും പ്രശ്നമൊന്നുമില്ല, ഉള്ളോട്ട് വെള്ളത്തെ അതുപോലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുകയില്ല. ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സറാണ് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു ഫോണിൽ 5G പ്രൊസസ്സറാണ് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ പ്രൊസസ്സർ എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 800 എന്ന് പറയുന്ന 800U എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഫോണിൽ ഡുവൽ 5G ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതായത് രണ്ട് സിമ്മും 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഫോൺ രണ്ട് വേരിയൻറ്റുകളിലാണ്, സ്റ്റോറേജ് വേരിയൻറ്റുകളിലാണ് ഈ ഒരു ഫോൺ എത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് 4GB RAM പ്ലസ് 64GB സ്റ്റോറേജ് വേരിയൻറ്റും രണ്ടാമത്തേത് 4GB RAM പ്ലസ് 128GB സ്റ്റോറേജ് വേരിയൻറ്റുമാണ്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് 4GB പ്ലസ് 64GB എന്ന സ്റ്റോറേജ് വേരിയൻറ്റ് UFS 2.1 സ്റ്റോറേജ് ടൈപ്പിലാണ് എത്തിയിട്ടുള്ളത്. അതേസമയം 4GB പ്ലസ് 128GB സ്റ്റോറേജ് വേരിയൻറ്റ് UFS 2.2 സ്റ്റോറേജ് ടൈപ്പിലാണ് എത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ 128GB പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു പെർഫോമൻസ് നമുക്ക് സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ നിന്ന് ലഭിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ റാം ടെക്നോളജി നോക്കിക്കഴിഞ്ഞാൽ LPDDR4X റാമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറാണ് ഇതിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഫോണിൽ ഇൻഫ്രാറെഡും NFC ഒക്കെ സപ്പോർട്ടഡ് ആണ്. ഇനി ഈ ഒരു ഫോണിൻ്റെ സ്പീക്കേഴ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. ഹെഡ്ഫോൺ ജാക്കും ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ റൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്യാമറ പരിശോധിച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ എത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഒരു 48 മെഗാപിക്സലിൻ്റെ പ്രൈമറി ലെൻസും രണ്ടാമത്തേത് ഒരു 2 മെഗാപിക്സലിൻ്റെ f2.2 അപ്പർച്ചറിലെ ഡെപ്ത് ലെൻസും മൂന്നാമത്തേത് ഒരു 2 മെഗാപിക്സലിൻ്റെ തന്നെ f2.2 അപ്പർച്ചറിലെ മാക്രോ ലെൻസുമാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. സെൽഫി ക്യാമറ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൽ 13 മെഗാപിക്സലിൻ്റെ f2.25 അപ്പർച്ചറിലുള്ള സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ബാറ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ 5000 mAhൻ്റെ ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടൈപ്പ് C പോർട്ടാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് നോക്കാം. അപ്പോൾ ഗ്ലോബലിയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഗ്ലോബൽ പ്രൈസ് എന്ന് പറയുന്നത് 15000 ബേസ് വേരിയൻറ്റിന് വരുന്നത് 15850 രൂപയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് 15K ബഡ്ജറ്റിൽ അല്ലെങ്കിൽ 15000 രൂപ എന്നൊരു ബഡ്ജറ്റിലായിരിക്കും ഈ ഒരു ഫോൺ എത്താൻ സാധ്യതയുള്ളത്. അപ്പോൾ 15000 രൂപ എന്ന ബഡ്ജറ്റിലേക്ക് ഇന്ത്യയിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പറ്റീഷനിൽ ഒരുപാട് ഫോണുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോണൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ ഒരു ഫോണുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് ഗാലക്സി M30s ആണ്. അപ്പം ഈ ഗാലക്സി M30sൻ്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് 2-3 കാര്യങ്ങൾ ഗാലക്സി M30sൽ കൂടുതലുള്ളതായിട്ട് തോന്നി. അതിൽ ആദ്യത്തേതാണ് ബാറ്ററി. 6000 mAh ബാറ്ററിയാണ് ഗാലക്സി M30sൽ നൽകിയിട്ടുള്ളത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഗാലക്സി M30sൽ ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ റെഡ്മി നോട്ട് 9Tയിൽ നമുക്ക് ലഭിക്കുന്നത് 6.5 ഇഞ്ച് വലിപ്പമുള്ള ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. ഗാലക്സി M30sൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത് ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഗാലക്സി M30sൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടെ നല്ല ഒരു ക്യാമറ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം 48 മെഗാപിക്സൽ പ്ലസ് 8+5 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഗാലക്സി M30sൻ്റെ ക്യാമറയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ സെൽഫി ക്യാമറ നോക്കിക്കഴിഞ്ഞാലും 13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയ്ക്ക് പകരം 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഗാലക്സി M30sൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗാലക്സി M30s എന്ന് പറയുന്ന ഫോൺ ഒരു വർഷം മുന്നേ ലോഞ്ച് ചെയ്ത ഫോണാണ് എങ്കിൽ കൂടി നമ്മൾ ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ തന്നെയാണ് മുമ്പതിൽ നിൽക്കുന്നത്. പക്ഷേ അതേസമയം പ്രൊസസ്സർ നോക്കിക്കഴിഞ്ഞാൽ
5G പ്രോസസ്സറാണ് നമുക്ക് റെഡ്മി നോട്ട് 9T എന്ന് പറയുന്ന ഒരു ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് 5G ഹാൻഡ്സെറ്റ് വേണോ എന്നുള്ളതാണ്. കാരണം ഫസ്റ്റ് ടൈമിൽ 5G എന്തായാലും എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഒരു 5G ഹാൻഡ്സെറ്റിൽ പ്രത്യേകിച്ച് ഒരു 15K പ്രൈസ് റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് അത്രയും ഫീച്ചേഴ്സ് മാത്രമേ ലഭിക്കുള്ളൂ. കാരണം 5G സ്റ്റാർട്ട് ചെയ്ത ടൈമാണ്. അപ്പോൾ എങ്ങനെയായാലും സ്റ്റാർട്ടിങ്ങിൽ ഏതൊരു ടെക്നോളജി ആയാലും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വിലയൊക്കെ താനേ കുറയും. അപ്പം ഈ ഒരു ടൈമിൽ ഇനീഷ്യൽ സ്റ്റേജിൽ 5G ഹാൻഡ്സെറ്റ് എടുക്കുന്നതിലും നല്ലത് നല്ല ഒരു മികച്ച 4G ഹാൻഡ്സെറ്റ് എടുക്കുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.